CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കേച്ചേരി മണലിയിൽ നിയന്ത്രണം വിട്ട കാർ മതിലിലേക്ക് ഇടിച്ചുകയറി യുവാവിന് ദാരുണാന്ത്യം. മണലി സ്വദേശി ചുങ്കത്ത് വീട്ടിൽ ഷാജുവിന്റെ മകൻ 26 വയസ്സുള്ള എബിനാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന 2 സുഹൃത്തുക്കൾക്ക് പരിക്കേറ്റു. അഞ്ഞൂർ പാർക്കാടി പൂരത്തിനിടെ സംഘർഷം. 2 പോലീസുകാർ ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. അഞ്ഞൂർ സ്വദേശികളായ സുനേഷ്, പ്രസാദ് എന്നിവർക്കും കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ നിഖിൽ, ചേലക്കര സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ അതുൽ കൃഷ്ണ എന്നിവർക്കുമാണ് പരിക്കേറ്റത്. പാർക്കാടി പൂരച്ചടങ്ങുകൾക്ക് സമാപനമായി. തിങ്കളാഴ്ച പുലർച്ചെ പൊങ്ങിലടിയോടുകൂടിയാണ് ആഘോഷത്തിന് സമാപനമായത്. എരുമപ്പെട്ടി സബ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ ഓട്ടോറിക്ഷ മറിഞ്ഞ അപകടം. അപകടത്തിൽ പരിക്കേറ്റ ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന കുട്ടിയെ എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളത്ത് പണമിടപാടു സ്ഥാപനത്തിൽ ഇടപാടുകാരുടെ പ്രതിഷേധം. കാലാവധി കഴിഞ്ഞിട്ടും നിക്ഷേപ തുകയും 4 മാസമായി പലിശയും ലഭിക്കുന്നില്ലെന്നാരോപിച്ചാണ് തൃശൂർ റോഡിലെ സ്വകാര്യ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന വിശ്വദീപ്തി മൾട്ടി സ്റ്റേറ്റ് അഗ്രി കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് എന്ന പണമിടപാട് സ്ഥാപനത്തിൽ ഇടപാടുകാരായ 50ഓളം പേർ പ്രതിഷേധിച്ചത്. എരുമപ്പെട്ടി തിപ്പല്ലൂർ മാഞ്ഞാർ പാടത്ത് ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് തെങ്ങു മറിഞ്ഞു വീണു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പെലക്കാട്ടുപയ്യൂർ മഹർഷിക്കാവ് ക്ഷേത്രത്തിലെ പൂരം ചൊവ്വാഴ്ച. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എരുമപ്പെട്ടി നെല്ലുവായ് ശ്രീധന്വന്തരി ക്ഷേത്രത്തിൽ പുതിയതായി പണിത ഭജനമണ്ഡപത്തിന്റെ സമർപ്പണം നടന്നു. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയാണ് ഭജനമണ്ഡപം ക്ഷേത്രത്തിന് പണിതു നൽകിയത്. KSKTU വേലൂർ വെള്ളാറ്റഞ്ഞൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭിക്ക് നിവേദനം നൽകി. എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് തോട്ടുപാലം ബസ് സ്റ്റോപ്പിന് സമീപം സ്വകാര്യ ബസിന് പിറകിൽ ഓട്ടോറിക്ഷ ഇടിച്ച് 2 പേർക്ക് പരിക്ക്. കുണ്ടന്നൂർ സ്വദേശികളായ ഓട്ടോറിക്ഷ ഡ്രൈവർ സുരേഷിനും യാത്രക്കാരി ലക്ഷ്മിക്കുമാണ് പരിക്കേറ്റത്. കടവലൂർ പഞ്ചായത്ത് പരിധിയിലെ കൃഷിയിടങ്ങളിൽ കാട്ടുപന്നികളുടെ ആക്രമണം രൂക്ഷമാകുന്നു. കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവത്തിൽ കൃഷിനാശം സംഭവിച്ച പെരുമ്പിലാവ് ആൽത്തറ പ്രദേശത്ത് കർഷക കോൺഗ്രസ് കടവലൂർ മണ്ഡലം കമ്മിറ്റി നേതാക്കൾ സന്ദർശനം നടത്തി. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിലെ വാഹന പാർക്കിങ്ങിലും കടലോരത്തെ വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി. തിങ്കളാഴ്ച പുലർച്ചെ 2:30ഓടെയാണ് അപ്രതീക്ഷിതമായ വേലിയേറ്റം. തലക്കോട്ടുകര സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ ഫ്രാൻസിസ് സേവിയറിന്റെയും സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ഭക്തിസാന്ദ്രമായി. ഖാജ മൊയിനുദ്ദീൻ ചിസ്തിയുടെ ആണ്ടിനോടനുബന്ധിച്ച് തൊഴിയൂർ ഖാജ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളോടെ നടന്ന ഉറൂസ് സമാപിച്ചു. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടികജാതി പട്ടികവർഗ നഗറുകളിലെ വികസന പ്രവർത്തനങ്ങളും അവരുടെ പൊതുവായ പ്രശ്നങ്ങളും പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്തിൽ നിവേദനം സമർപ്പിച്ചു. വടക്കേകാട് പഞ്ചായത്തിലെ 15-ാം വാർഡിൽ നിർമ്മിച്ച 81-ാം നമ്പർ സ്മാർട്ട് അംഗൻവാടി ബെന്നി ബെഹ്നാൻ MP ഉദ്ഘാടനം ചെയ്തു. കേച്ചേരി സ്നേഹഭവൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് ദിനാചരണം നടത്തി. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തും സാമൂഹികാരോഗ്യ കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പാലിയേറ്റീവ് ഗൃഹകേന്ദ്രീകൃത പരിചരണ പദ്ധതിയുടെ ഭാഗമായുള്ള സ്നേഹസംഗമം നടന്നു. ക്ഷയരോഗമുക്ത കേരളത്തിനായി ഒരു ജനകീയ മുന്നേറ്റമെന്ന സർക്കാർ പദ്ധതിയോടനുബന്ധിച്ച് ചൂണ്ടൽ സെന്റ് ജോസഫ്സ് ആശുപത്രിയിലെ ജീവനക്കാർക്കും നഴ്സിംഗ് വിദ്യാർത്ഥിനികൾക്കുമായി ബോധവൽക്കരണ ക്ലാസ് നടത്തി. അമേരിക്കൻ മലയാളി മാധ്യമ പുരസ്കാരം അബ്ദുൾ പുന്നയൂർക്കുളത്തിന്. എറണാകുളത്ത് നടന്ന ചടങ്ങിൽ അവാർഡ് ഏറ്റുവാങ്ങിയ അദ്ദേഹം പുന്നയൂർക്കുളം പ്രസ് ക്ലബിലെത്തി സന്തോഷം പങ്കിട്ടു. തലക്കോട്ടുകര സാന്ത്വനം സിറ്റിയിൽ സുൽത്താനുൽ ഹിന്ദ് ഖാജ ഗരീബ് നവാസ് അജ്മീർ ഉറൂസ് മുബാറക്ക് നടന്നു. കരിക്കാട് ഭട്ടിമുറി കൊടിയഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിൽ പറസമർപ്പണവും പച്ചക്കറി തൈകളുടെ വിതരണവും നടത്തി. എളവള്ളി സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ ശതാബ്ദി തിരുനാളിനും ഇടവക സുവർണ ജൂബിലി ആഘോഷങ്ങൾക്കും സമാപനമായി. എരുമപ്പെട്ടി പഞ്ചായത്ത് 18-ാം വാർഡ് ADS വാർഷികം ആഘോഷിച്ചു. പ്രസിഡൻസി ഡിഗ്രി ക്യാമ്പസിൽ നടന്ന ആഘോഷ പരിപാടികൾ പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. പുന്നയൂർക്കുളം സ്മരണ കുന്നത്തൂരിന്റെ നേതൃത്വത്തിൽ MT എന്ന വിഷയത്തിൽ ചർച്ച നടത്തി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.